ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ നമുക്കൊപ്പം തത്സമയം ടെലിഫോണിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് അജിത് കുമാർ. ശരിക്കും ഇന്നലെ താങ്കളുടെ ഒരു പ്രസ്താവന ഞാൻ ശ്രദ്ധിച്ചു. ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ എവിടെയാണെന്ന് അറിയില്ല, കാണാനില്ല, അദ്ദേഹത്തിന് ഒരു നോട്ടീസും നൽകാതെ കസ്റ്റഡിയിലെടുത്തൊന്ന് സംശയമുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ താങ്കൾക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. താങ്കൾക്കും ആ വിവരം ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ശശിധരൻ IPS ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു എനിക്ക്. ഓക്കെ 17:10 രാവിലെ 2:40 AM ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് അറസ്റ്റ് റെക്കോർഡ് ചെയ്തതായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. പക്ഷെ അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഒരു ഇൻഫർമേഷനും ഇല്ല. വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയെന്നുള്ളത് ശരിയാണ്. ഇന്നലെ രാവിലെയാണ് പുളിമത്ത് അയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയത്. എന്നിട്ട് അയാളെ പറ്റി ഒരു വിവരമില്ലായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അയാളുടെ ബിസിനസിനെ വിളിച്ച് പറഞ്ഞു. ഗായത്രി എന്നാണ് അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പേര്. വിളിച്ച് പറഞ്ഞു ഇതുപോലെ ക്രൈംബ്രാഞ്ചുകാരാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്ന് രാവിലെ ഞാൻ മൊബൈൽ നോക്കിയപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു ശശിധരൻ IPS. അപ്പൊ അവരിന്ന് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും തോന്നുന്നു. റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ 2 ക്രൈം കേസ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അൺകൺഫേംഡ് ആണ്. ഒരു ക്രൈം കേസ് ഉള്ളതായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അല്ല, താങ്കളെ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ആളുകൾ പിന്നീട് കോൺടാക്ട് ചെയ്തില്ലെന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ചെയ്തു. ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു 12 മണിയോടെ കോടതിയിൽ ഹാജരാക്കുമല്ലോ, റാന്നി കോടതി. താങ്കൾ റാന്നി കോടതിയിൽ ഹാജരാകുന്നില്ലല്ലോ? ഹാജരാകുന്നുണ്ടോ? ഞാൻ ഹാജരാകുന്നില്ല. മൈ ജൂനിയർ വിൽ അപ്പിയർ. ഓക്കെ, അത്രേ ഉള്ളൂ. താങ്കൾ ഇപ്പോൾ ഹൈക്കോടതിയിലാണല്ലോ പ്രാക്ടീസ് ചെയ്യുന്നത്. അവരുടെ റിമാൻഡ് റിപ്പോർട്ട് വരട്ടെ, എന്താണ് അവരുടെ കേസ് എന്ന് അറിയട്ടെ. അല്ല, താങ്കളൊരു സംസ്ഥാനത്തെ ഒരു ലീഡിംഗ് ക്രിമിനൽ അഭിഭാഷകൻ എന്നുള്ള നിലയാണ് ചോദിക്കുകയാണ്. താങ്കൾ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നും എനിക്കറിയാം. ഒരു ക്രിമിനൽ അഭിഭാഷകൻ, ഇത്രയധികം പരിചയസമ്പന്നര അഭിഭാഷകൻ എന്ന നിലയിൽ ഈ സ്വർണ്ണപ്പാളി വിവാദത്തെ നോക്കിക്കാണുമ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ ജീവിതത്തെക്കുറിച്ച് നോക്കിക്കാണുമ്പോഴും താങ്കളുടെ മുന്നിൽ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും ഈ കേസിൽ? അല്ല, അതിനകത്ത് കേസ് നോക്കട്ടെ, റിമാൻഡ് റിപ്പോർട്ട് എന്താണെന്ന് നോക്കട്ടെ. റിമാൻഡ് റിപ്പോർട്ടിനകത്ത് അവരുടെ കേസ് എങ്ങനെയാണ് അവർ ബിൽഡ് ചെയ്യുന്ന നോക്കട്ടെ. അല്ലാതെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഒട്ടും ശരിയല്ല. അത് ആറ്റുകാലി രാധാകൃഷ്ണൻ ജ്യോതിഷം പറയുന്നവരായി പോകും. ആറ്റുകാലി കേൾക്കണ്ട. ഇനി ഒരു സ്വകാര്യം കൂടി ചോദിക്കട്ടെ. താങ്കൾ അയ്യപ്പ ഭക്തനാണോ? താങ്കൾ അയ്യപ്പ ഭക്തനാണോ? തീർച്ചയായിട്ടും. ഞാൻ മിക്കവാറും ഇന്ന് അവിടെ സന്നിധാനത്ത് പോയി തൊഴും. ആണല്ലേ? ഓക്കെ. അതിനോട് ആരും ബന്ധമില്ല. ഒന്നുമില്ല, അത് ഇതുമായിട്ട് ബന്ധമില്ല. അത് ഒന്ന് നമ്മുടെ തൊഴിലും മറ്റേ നമ്മുടെ ഭക്തിയാണ് അല്ലേ? അതെ, അത്രേ ഉള്ളൂ. അയാൾ ഇന്നസെന്റ് ആണോ അയാൾ ഗിൽറ്റി ആണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, കോടതിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ വന്നു, അയാളുടെ കേസ് നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. ദാറ്റ് ഇസ് ഓൾ. ഓക്കെ. അല്ല, കാരണം ഈ കേസിന്റെ ഒരു ദുരൂഹത താങ്കളെ വല്ലാതെ ആശങ്കപ്പെടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. കേസിൽ കാര്യം കുറേ ആൾക്കാർ ഈ കേസിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ശരിയാണ്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റ് വായിച്ചു കഴിഞ്ഞാൽ ശ്രീനാഥ് നേര് പറയുന്നത് വളരെ ശരിയാണ്. ഓക്കെ. എന്തായാലും അതിനകത്ത് ആദ്യമേ ഉണ്ടായിട്ടുള്ള ഓർഡർ മാറ്റിയിട്ട് രണ്ടാമത് ആ ഓർഡറിന് ഒരു ചേഞ്ച് വന്നു. ആ ചേഞ്ച് വന്നത് ഒരുപാട് ദൂരവ്യാപകമായ കോൺസിക്വൻസസ് ഉണ്ടാവും. 1. 2, ആ ജഡ്ജ്മെന്റ്, ആ ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റിനകത്ത് ഒരു സ്പെഷ്യൽ ടീമിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ആ ടീം ഡയറക്റ്റ് ആയിട്ട് ഡിവിഷൻ ബെഞ്ചിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് വഴികൾക്കിടയിലൂടെ വായിച്ചാൽ മനസ്സിലാകും എന്താണ് അതിന്റെ അർത്ഥമെന്ന്. മനസ്സിലായി. എന്തായാലും താങ്കൾക്ക് ഇന്ന് കടുപ്പമുള്ള ഒരു ദിവസം തന്നെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. ഓക്കെ, താങ്കൾക്കൊരു സാധാരണ ദിവസമാണല്ലേ? ഓക്കെ, താങ്ക് യു. അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ ആയിരുന്നു ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത് കുമാർ. ഈ കേസിന്റെ വെല്ലുവിളിയെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധവാനാണ് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.